ഹായ് ഫ്രണ്ട്സ്, ഒരു ആംപ്ലിഫയർ നിർമ്മിക്കുമ്പോൾ വളരെ തലവേദനയുള്ള ഒരു പ്രശ്നമാണ് അതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന നോയ്സ്. ഈ നോയ്സ് പ്രശ്നം ഞാനൊരു DIY ആംപ്ലിഫയർ നിർമ്മിച്ചപ്പോഴും ഉണ്ടായിരുന്നു. ഇത്തരം പ്രശ്നം എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന് എൻ്റെ ഒബ്സർവേഷൻസിൽ നിന്നുള്ള കുറച്ച് ടിപ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ആമ്പായിട്ട് പോലും ഇതിലെ നോയ്സ് പൂർണ്ണമായി മാറ്റാൻ എനിക്ക് കഴിഞ്ഞു. വ്യത്യസ്ത തരം നോയ്സ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് എർത്തിങ് കൊടുത്തില്ല എങ്കിലുള്ള ഒരു കണ്ടീഷനാണ് നോക്കുന്നത്. നമ്മുടെ ആമ്പ് പ്രോപ്പറായിട്ട് ഫുൾ എർത്ത് ചെയ്ത ഒരു 3 പിൻ കണക്ടർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ 3 പിന്നിൻ്റെ എർത്തിങ് പാർട്ട് മെറ്റൽ ബോഡിയിൽ, അതായത് ആംപ്ലിഫയറിൻ്റെ ബോഡിയിൽ കണക്ട് ചെയ്തിരിക്കും. എന്നാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. നമ്മൾ പവർ പ്ലഗിൽ നിന്ന് എർത്ത് ഗ്രൗണ്ടിലേക്ക്, അതായത് ഭൂമിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ബാക്കി എല്ലാ ഭാഗവും ഓക്കെ ആക്കിയാലും ഈ നോയ്സ് എർത്തിൽ കൂടി ഗ്രൗണ്ടിലേക്ക് കംപ്ലീറ്റ് ആവത്തില്ല. ഇത്തരം ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഈ പ്ലഗിൽ യഥാർത്ഥത്തിൽ ഗ്രൗണ്ട് ഇല്ല. പക്ഷേ നമുക്കിവിടെ ഓണാക്കിയ ശേഷം ഒരു ടെസ്റ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്ററാണ് ബേസിക്കായിട്ട് ഗ്രൗണ്ടിങ് നടക്കുന്നുണ്ടോ. ഗ്രൗണ്ടിങ് ഇല്ല എങ്കിൽ, പ്രോപ്പർ അല്ല എങ്കിൽ ടെസ്റ്റർ ഓണാവും, അല്ലെങ്കിൽ അതിലെ ലൈറ്റ് കത്തും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഗ്രൗണ്ടിങ് പ്രോപ്പർ അല്ല, ടെസ്റ്ററിൽ ലൈറ്റ് കത്തുന്നുണ്ട്. ഈ പ്ലഗിൽ നിന്ന് എർത്തിങ് വയറിംഗ് ടൈമിൽ കണ്ടിന്യൂ ചെയ്തിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇത്തരം കണ്ടീഷനിൽ എത്ര നോയ്സ് കറക്റ്റ് ചെയ്യാൻ നോക്കിയാലും കറക്റ്റ് ആവത്തില്ല. അതാ ഈ കണ്ടീഷൻ നോക്കൂ. ഇവിടെ എർത്തിങ് ഉള്ള ഒരു പ്ലഗിൽ നിന്ന് കണക്ഷൻ എടുത്തിരിക്കുകയാണ്. പ്ലഗിൽ നിന്ന് കണക്ഷൻ കംപ്ലീറ്റ് ആയ കണ്ടീഷനിൽ നമുക്ക് എർത്തിങ് കണ്ടീഷൻ നോക്കിയാൽ ഇവിടെ നോയ്സ് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇവിടെ ഗ്ലോ ചെയ്യുന്നില്ല ടെസ്റ്റർ. ഇത് എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ആംപ്ലിഫയർ കണക്ട് ചെയ്തിരിക്കുന്ന പ്ലഗിൽ എർത്ത് പ്രോപ്പറായിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തൊരു നോയ്സ് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ കൂളിംഗ് ഫാന് മെയിനായിട്ട് നോയ്സ് ഉണ്ടാക്കുന്ന ഒരു പാർട്ടാണ് ആംപ്ലിഫയറിൽ കൂളിംഗ് ഫാന് കണക്ട് ചെയ്യുന്ന പവർ സപ്ലൈ ഡയറക്റ്റ് പ്രീ ബോർഡുകളിലോ ആംപ്ലിഫയറിലോ നിന്ന് സപ്ലൈ ഇതിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ നോയ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് SMPSലുള്ള സെപ്പറേറ്റ് കണക്ഷൻസോ അല്ലെങ്കിൽ നമ്മളെ ട്രാൻസ്ഫോമറിലുള്ള സെപ്പറേറ്റ് വൈൻഡിങ്സ് തന്നെ കൂളിംഗ് ഫാനിന് വേണ്ടി ഉപയോഗിക്കണം. അതിനുവേണ്ടി പ്രത്യേക റെക്ടിഫയർ പവർ സപ്ലൈ യൂണിറ്റ് ഡെഡിക്കേറ്റഡായി ഫാനിനുണ്ടായിരിക്കണം. അല്ല എങ്കിൽ മറ്റൊരു ഐഡിയ ഉള്ളത്, റെക്ടിഫയർ പാർട്ടിന് ശേഷം റെഗുലേറ്റർ ഉപയോഗിച്ച ശേഷം ഔട്ട്പുട്ട് ഫാനിലേക്ക് കൊടുക്കുക. റെഗുലേറ്റർ ഇൻപുട്ടായി കൊടുക്കുന്ന പോർഷൻ ഡയറക്റ്റ് നമ്മൾ ആംപ്ലിഫയർ ബോർഡിലേക്ക് കൊടുക്കുക. പവർ സപ്ലൈയുടെ റെക്ടിഫയറിന് ശേഷമുള്ള ഔട്ട്പുട്ട് മാത്രം ഫാനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. നോയ്സ് കുറയ്ക്കാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് ഷീൽഡ് വയറുകൾ അല്ലെങ്കിൽ ക്വാളിറ്റി ഔട്ട്പുട്ട് വയറുകൾ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത. നോയ്സ് കുറയ്ക്കാൻ വേണ്ടി എത്ര കൺജസ്റ്റഡ് ബോർഡായാലും നമുക്ക് ഇൻപുട്ടിലേക്കുള്ള വയറുകളെല്ലാം ഷീൽഡ് വയർ ഉപയോഗിച്ചുകൊണ്ടും ഔട്ട്പുട്ട് പവർ സപ്ലൈ ഇൻപുട്ട് ചെയ്യുന്ന വയറുകൾ ക്വാളിറ്റി കോപ്പർ വയറുകൾ ഉപയോഗിക്കുന്നതിലൂടെയും നമുക്കൊരു പരിധിവരെ നോയ്സ് കുറയ്ക്കാൻ കഴിയും. നോയ്സ് കുറയ്ക്കാനായിട്ട് ഔട്ട്പുട്ട് പോസ്റ്റിലേക്ക് വരുന്ന കോപ്പർ വയറുകളായാലും പവർ സപ്ലൈയിൽ നിന്ന് ഇൻപുട്ട് വരുന്ന വയറുകളായാലും എല്ലാം 0.75 ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പ്യുവർ കോപ്പർ വയറാണ്. ഈ വയർ ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല മാറ്റമുണ്ട്. എന്നാൽ സബിലേക്കുള്ള ഔട്ട്പുട്ട് വയർ 1² അല്ലെങ്കിൽ 1.5² എടുക്കുന്നതായിരിക്കും നല്ലത്. 0.75 വയറുകളിൽ നമ്മൾ കളർ കോഡ് കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നെഗറ്റീവ്, ഗ്രൗണ്ട്, പോസിറ്റീവ് സപ്ലൈ എല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അതുപോലെ തന്നെ ഷീൽഡ് വയർ നോയ്സ് വരാതിരിക്കാൻ വേണ്ടി ക്വാളിറ്റി ഷീൽഡ് വയർ തന്നെ ഉപയോഗിക്കണം. ഷീൽഡ് വയറിലെ 2 ബ്ലാക്ക് റെഡ് വയറുകൾ ഇതിൽ കാണുന്നത് പോലെ ഇൻപുട്ടിനും ഗ്രൗണ്ടിന് വേണ്ടി അതിലെ പുറത്തുകൂടി പാസ് ചെയ്യുന്ന കോപ്പർ വയറും ഉപയോഗിക്കാൻ കഴിയും. ഷീൽഡ് വയർ ക്വാളിറ്റിയുള്ള വയർ മീറ്റർ 45 രൂപ വരെ വില വരുന്നുണ്ട്. ഇത്തരം ബ്ലാക്ക് വയറുകൾക്ക് 20 രൂപ മുതൽ ഷീൽഡ് വയർ ലഭ്യമാണ്. ആംപ്ലിഫയർ നിർമ്മിക്കുമ്പോൾ നേരിടുന്ന മറ്റൊരു നോയ്സാണ് ഈ USB മൊഡ്യൂളിൽ നിന്ന് ഉള്ള നോയ്സ്. USB മൊഡ്യൂളിലെ ആൻറ്റിന സർക്യൂട്ടുകളുടെ ഡയറക്റ്റ് ഇൻ്റർഫറൻസിൽ വരുമ്പോൾ അതിൽ നോയ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിനൊരു റെമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിന മാർക്കിംഗ് കാണുന്ന ഭാഗത്ത് നിന്ന് ഒരു വയർ സോൾഡർ ചെയ്ത് ഒരു ആൻറ്റിനയിലേക്ക് കണക്ട് ചെയ്യുക. അല്ല എങ്കിൽ ജസ്റ്റ് ആ വയർ കുറച്ച് ലോങ് ലെങ്തിലേക്ക് ഇട്ടിരുന്നാൽ മതി. അപ്പോൾ തന്നെ നോയ്സ് നല്ല രീതിയിൽ കട്ടാവും. വളരെ സൈലൻ്റായിട്ട് പോസ് ചെയ്താലും, മ്യൂസിക് പോസ് ചെയ്താലും നമുക്ക് വളരെ സൈലൻ്റായിട്ട് ആംപ്ലിഫയർ കിടക്കുന്നത് കാണാൻ കഴിയും. വളരെ തലവേദനയുള്ള ഒരു നോയ്സ് പ്രശ്നമാണിത്.
പ്രോപ്പറായിട്ടൊരു ആൻറ്റിന കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ബ്ലൂടൂത്ത് റേഞ്ച് നമുക്ക് ലഭിക്കും. ഇത്തരം നോയ്സ് പ്രശ്നത്തിന് പുറമേ സർക്യൂട്ടുകളിലുള്ള കപ്പാസിറ്ററുകളിലുള്ള തകരാറ് കാരണം നോയ്സ് ഉണ്ടാവും. ഇത്തരം നോയ്സ് ഓരോ സർക്യൂട്ടായി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളൂ. ഏത് കമ്പോണൻ്റ് ആണോ പ്രശ്നം, കൂടുതലും കപ്പാസിറ്ററാണ് റീപ്ലേസ് ചെയ്യേണ്ടതായി കണ്ടുവരുന്നത്, അതിലൂടെ പരിഹരിക്കാൻ കഴിയും. ഇത്തരം നോയ്സും ഉണ്ടാവാറുണ്ട്. താങ്ക്സ്.